ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐന നോളജ് അക്കാഡമി. നമ്മുടെ 30 ഡേയ്സ് ഇംഗ്ലീഷ് ചലഞ്ചിൻ്റെ 3-ാം ദിവസത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യത്തെ 2 ദിവസങ്ങളിൽ നമ്മൾ സംസാര രീതിയും ഉച്ചാരണവും പഠിച്ചു. ഇന്ന് നമ്മൾ ഗ്രാമറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠത്തിലേക്കാണ് കടക്കുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഒരാളുടെ പേരോ അല്ലെങ്കിൽ അവനെന്നോ അവളെന്നോ ഒക്കെ പറയേണ്ടി വരാറില്ലേ? ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താണ് പറയുക എന്നും എങ്ങനെയാണ് ശരിയായി ഉപയോഗിക്കുക എന്നും നമുക്ക് നോക്കാം. അപ്പം കൂടുതൽ വൈകിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് ഇടന്നാലോ. അപ്പം നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നൗൺ ആണ്. എന്താണ് നൗൺ? സിമ്പിളായി പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ പേരും നൗൺ ആണ്. ഇപ്പം ഉദാഹരണത്തിന് പേരുകൾ നൗൺ ആണ്. അതുപോലെ തന്നെ സ്ഥലങ്ങൾ, വസ്തുക്കൾ, മൃഗങ്ങൾ ഇവയെല്ലാം നമുക്ക് നൗൺ എന്ന് പറയാം. നമ്മളൊരു വ്യക്തിയെക്കുറിച്ചോ വസ്തുവിനെക്കുറിച്ചോ പറയുമ്പോൾ ഈ പേരുകളാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രോനൗൺ ആണ്, അതായത് സർവനാമം. നമ്മൾ ഒരാളെക്കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും സംസാരിക്കുമ്പോൾ അയാളുടെ പേര് തന്നെ എപ്പോഴും ഉപയോഗിക്കാറില്ല. ഉദാഹരണത്തിന് ഐഷ പഠിക്കുകയാണ്, ഐഷ എഴുതുകയാണ് എന്നൊക്കെ നമ്മൾ പറയുന്നതിന് പകരം നമ്മൾ ഐഷ പഠിക്കുകയാണ്, അവൾ എഴുതുകയാണെന്ന് പറയും. ഇവിടെ നമ്മൾ അവൾ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് പ്രോനൗൺ ആണ്. പ്രധാനപ്പെട്ട ചില പ്രൊനൗൺസ് നോക്കിയാലോ. ഞാൻ എന്ന വാക്ക് നമ്മൾ ഇംഗ്ലീഷിൽ ഐ എന്നും, നീ അല്ലെങ്കിൽ നിങ്ങൾ യു എന്നും, അവൻ ആണെങ്കിൽ ഹി എന്നും, അവളാണെങ്കിൽ ഷീ എന്നും ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ വസ്തുക്കൾക്കും മൃഗങ്ങൾക്കും നമ്മൾ ഇറ്റ് എന്ന വാക്കും ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്ന വാക്കിന് വി എന്നും, അവർ അതായത് ഒന്നിലധികം ആളുള്ളപ്പോൾ നമ്മൾ ദേ എന്ന വാക്കും ഉപയോഗിക്കുന്നു. നമുക്കിതിനെ എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. 1. രാഹുൽ ഈസ് എ ബോയ്. ഹീ ഈസ് എ ബോയ്. രാഹുൽ എന്ന വാക്കിന് പകരം നമ്മൾ ഹീ എന്ന വാക്ക് ചേർത്തു. അതുപോലെ തന്നെ ദ ക്യാറ്റ് ഈസ് സ്മോൾ. നമ്മൾ ക്യാറ്റ് എന്ന വാക്കിന് പകരം ഇറ്റ് എന്ന വാക്ക് ചേർത്തു. അതൊരു മൃഗമായതുകൊണ്ട് തന്നെ നമ്മൾ ഇറ്റ് എന്ന വാക്കാണ് ചേർത്തത്. പ്രിയ ആൻഡ് ജ്യോതിക ആർ ഫ്രണ്ട്സ്. ഇതിന് നമ്മൾ ദേ ആർ ഫ്രണ്ട്സ്. ഒന്നിലധികം ആളുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ദേ എന്ന വാക്ക് ചേർത്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇന്നത്തെ നിങ്ങളുടെ ചോദ്യം ഇതാണ്: മൈ ബ്രദർ ഈസ് സ്ലീപ്പിംഗ്. ഈ വാചകത്തിലെ മൈ ബ്രദർ എന്നതിന് പകരം ഏത് പ്രോണൗൺ ആണ് ഉപയോഗിക്കേണ്ടത്? താഴെ കാണുന്ന ബ്രാക്കറ്റിൽ നിന്നും സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണേ.